ഫുള്ള് മഞ്ഞാണല്ലോ. ഭയങ്കര മഞ്ഞാണല്ലോ ഇന്ന്. മഞ്ഞ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോഴിക്കട്ട. നാരായണിക്ക് ഉച്ചയ്ക്ക് നൂഡിൽസ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ചോറൊന്നും അങ്ങനെ എപ്പോഴും കൊണ്ടുപോകാറില്ല. ഇവിടെ വെക്കുന്ന എന്താണോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതും കൊണ്ടുപോകും. പുള്ളിക്കാരിക്ക് ചോറ് കൊണ്ട് അത്ര നിർബന്ധമൊന്നുമില്ല. എനിക്ക് പണിയുണ്ട്. അടുപ്പേൽ എന്നാന്ന് കണ്ടില്ലേ? അടുപ്പേല് കോഴിക്കട്ട എന്ന്. കൊച്ചിനെ വഴക്കുണ്ടാക്കുന്ന കൊച്ചിനെ കൂടെ ഇവിടുന്ന് പൊക്കോണേ. രാവിലെ വന്നിട്ട് ചുമ്മാ അലമുണ്ടായിക്കൊണ്ടിരിക്കുക. ആണോ? ചേച്ചാജിക്ക് ഇത് കൂട്ട് ഫുഡൊന്നും ഇഷ്ടമല്ല. പോട്ടെ, കൊടയൊന്നും വേണ്ടേ, പൊക്കോ. മഴയാണ് അവിടെ കയറി നിൽക്കണം. എന്നിട്ട് മഴ കുറഞ്ഞിട്ട് വന്നാൽ മതി. മഴയാകുമ്പോൾ പൊക്കോണം കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം അവളെ വിളിക്കാനായിട്ട്. ഇതേ കുട ഇവിടെ ഇരിപ്പുണ്ട്. അത് വേണ്ടല്ലോ അല്ലേ? കുട വേണോ? സമയം പോയെങ്കിൽ സ്റ്റാൻഡിലോട്ട് പോകണേ. അല്ല അവിടെ നിൽക്കണം, അവരെ വന്നോളൂ. എന്നെല്ലാം കാണിക്കും. ആഹാ, നേരത്തെ എണീക്കണം കേട്ടോ നാരായണി. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഞാൻ എണീറ്റിട്ടോ അയ്യോ ഒരു 100 തവണ വിളിച്ച് എണീറ്റ്. അപ്പോഴൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് തപസ്സിരിക്കും കട്ടിലെ തന്നെ. എന്നിട്ട് ആലോചിച്ചിട്ടൊക്കെ പതിയെ എണീറ്റ് വരും. ആ പോയി. ശ്യാമമ്മ വാ, വല്ലതും കഴിക്കാതൊന്നും പോകുന്നില്ലല്ലോ. ചേച്ചൻ്റെ അടുത്തല്ലോ പോന്നെ. അമ്മയ്ക്ക് അറിയാലോ ഇവിടെ തന്നെ എടുത്ത് കഴിക്കാൻ അമ്മയുടെ വീടാ കേട്ടോ. അത് വേണ്ടടി. പിന്നെ എന്നായിരുന്നു തുറന്നോ? എന്തുവാ അമ്മ കുളിച്ചതല്ലേ? അമ്മ ഒരു കാര്യം പറഞ്ഞല്ലോ, എനിക്ക് 5-6 മീൻ പിടിച്ചാലോ, കുഞ്ഞു മീന്. അയ്യോ അവൻ എന്നും പറയുന്നു എന്നോട് ഒരു കുപ്പിക്കകത്ത് അമ്മമ്മ പോയിട്ട് വരുമ്പോ കൊണ്ടുവരാൻ. ഇഷ്ടം പോലെ അല്ല വല നോക്കിയാ നിക്ക്. പായലാണോ? അവന് ഫ്രിഡ്ജ് പെട്ടി ഉണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പിന്നെ എന്താ പറയാ ചിരണ്ടി ഇടരുത്. ഇവിടെ കുഴിച്ചു വെച്ചേക്കാം അവന്. അവൻ കരി ഒക്കെ അങ്ങോട്ടോ. ചാക്കെടുത്ത് 3 ദിവസമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ചാക്കും മേടിച്ച് 3 ദിവസമായിട്ട് ഇരിപ്പുണ്ട്. മറന്നു പോയത് പൂക്കടൊക്കെ ആയിട്ട്. രാവിലെ കഴിഞ്ഞ ഓരോന്ന് ഓർക്കുന്നല്ല പയറ്റി കുത്തുക. ഞാൻ ചോറ് കെട്ടി നീ എന്നാന്നോ ഓർക്കുന്നത്?
ഞാൻ ചോറ് കൊണ്ടുവന്ന് സമ്പാദിക്കാനാണോ? അവിടെ നല്ല ഹോട്ടലില്ലാഞ്ഞിട്ട് ചത്തുപോവും. ശ്വാസം കിട്ടത്തില്ല സാധനത്തിന്, അതറിയാവോ? എന്തായാലും ഇനി വരും പറയണ്ടേ, വലിയ ഇതിനകത്ത് ആക്കി തരാം. ഒരു ചെറിയ ഒരു വലിയ പാത്രം, അതല്ല ഒരു ഒരു വലിയ പാത്രത്തിനകത്തോട്ട്. മഞ്ഞമീനില്ലേ? അയ്യോ, ഇതുപോലത്തെ മീനാണ്. അതൊക്കെ ഇച്ചിരി നേരത്തെ പറയണേ, രാവിലെ അത് ചെയ്ത് വെക്കത്തില്ലേ? ഓർത്തില്ല ഇപ്പൊ ഞാൻ അമ്മ ഇങ്ങോട്ട് പോവാ. 10 രൂപ കൊടുത്ത് അവിടെ തെന്നി കിടക്കുവാണെ, തലകുത്തി വീഴുന്നതിനും ഭേദം അമ്മ ഈ താഴെ കൂടെ പോന്നാ. പൊന്ന് ശ്യാമളായി. കണ്ണാടി എടുത്തോ? കവറെടുത്താ? കവർ കൊടുത്തു. അടച്ചോ? അടച്ചോ. ഇനി വരുമ്പോൾ കൊണ്ടുവിടാം. അല്ല, ഇരിച്ച് വാവട്ടമുള്ള പാത്രമായിരിക്കണം അല്ലേ? അതങ്ങനെ അമ്മ ഇച്ചിരി വെയിറ്റുള്ള സാധനം കൊണ്ടുപോകത്തില്ലോ. അത് വെള്ളം അത് കൊണ്ടുപോകത്തില്ലല്ലോ ഒന്നും. എന്നാൽ കൈ പിടിച്ചുകൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നടക്കുക, അത് താല്പര്യമില്ല. അവിടുന്ന് കൊണ്ടുവന്ന ആ പായൽ ഇപ്പോഴും മറ്റേ അശോകൻ ചേട്ടൻ്റെ പെട്ടി അന്ന് കൊണ്ടുപോയില്ലേ, അതുണ്ട് ഇപ്പോഴും. നീ എന്നാ ചോറ് വെക്കണ്ടേന്നേ? ചോറ് വെക്കാൻ വിറക് അവിടെ ചേട്ടൻ എടുത്തിട്ടിട്ടുണ്ട്. അടുത്തെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ വരുമ്പം കണ്ട കോഴിയെല്ലാം കൂടി പൂടി വീഴുക. എന്ത് കാണുന്നില്ല ചേച്ചിമാരൊന്നും. വിറകെടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതെടുത്ത് മാറ്റണമല്ലോ. എന്താളവേ?
എന്നാ വയ്യാതെ TV അല്ല സ്കൂളിൽ പോകാതിരിക്കുക. പനി ആയതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞതാടേ. എന്നാണ് ശമ്പ മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരിക്കണം കേട്ടോ. തേങ്ങ തോരനാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ കുഞ്ഞിനോടമ്മ? ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ തേങ്ങ എന്തിനാന്നുള്ളത്. നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? ഇവിടെ വരെ വന്നിട്ട് അവരെന്താ മിണ്ടാതിരിക്കില്ല? എന്നോട് സമയം കഴിഞ്ഞു. ചുമ്മാ അല്ല എനിക്ക് ഒരു ഗൂഗിൾ പേ പോകാനത്. 100 നീ ഇട്ടേ. എത്ര അതിന്റെ വാലിഡിറ്റി കഴിയുമ്പോഴേ പഠിക്ക പടം വരയ്ക്ക. മറ്റേ എൻ്റെ ഇരിപ്പില്ല കേട്ടോ. എൻ്റെ ചാർജ് അതിനവിടെ ഞാൻ ചെയ്തിരുന്നു. ഫോൺ ചാർജ് ചെയ്യുന്നോ? ഫോണല്ല, ക്യാമറയുടെ. അത് വേണ്ടല്ലോ, അത് നിന്നോളൂ. എന്നാ അത് ആരുടെ ഒന്നിനെ കൊന്ന? ഇറങ്ങിയതേ ഉള്ളൂ. നാരായണിക്ക് സ്കൂളിൽ ചെന്നപ്പോൾ തലകറക്കം. അവളെ വിളിച്ചോണ്ടിരുമ്പോ കിട്ടിയോ? മറ്റവനതുമായിട്ട് പോയിട്ട് വന്നില്ല, അവനാണോ കൊണ്ടുപോയത്? ഒരു ആഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞതാണ്. ഞാൻ ബസ്സിൽ പോവായിരുന്നു. എൻ്റെ കസിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വീട്ടിലോട്ട്. കസിൻ്റെ വീട്ടിൽ നാരായണ ഇന്ന് സ്കൂളിൽ വിട്ടായിരുന്നേ. അപ്പോൾ അവിടെ തല ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ടീച്ചർ വിളിച്ച്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ അവിടെ അനിയനില്ലായിരുന്നു, അനിയൻ ഓഫീസിൽ പോയി. അതുകൊണ്ട് ആരാ ഇവിടെ എൻ്റെ ഒരു ചേച്ചി എന്ന് വെച്ചാൽ അച്ഛൻ്റെ ചേട്ടൻ്റെ മോള്, അതായത് കാക്കമ്മയുടെ ചേട്ടത്തിയുടെ മോൻ്റെ മോള് ഇവിടെ താമസിക്കുന്നുണ്ട്. അവളുടെ പിള്ളേരും അവിടെയാണ് പഠിക്കുന്നത്. അപ്പം അവൾ വിളിച്ചുകൊണ്ട് വന്നു നാരായണിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന്
അപ്പോൾ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി വന്ന. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എങ്ങനെ ആ സ്കൂൾ വിടിയിൽ ഞാനോർത്ത് ഒരാഴ്ച ആയില്ലേ, അപ്പോഴേക്കും എക്സാമൊക്കെ ആണല്ലോ എന്നോർത്ത്. ഇന്ന് എക്സാമല്ല, എക്സാമൊക്കെ അടുത്തു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് വിട്ടത്. സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരോടും. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടതാണ്. പക്ഷെ തല ഇറങ്ങി. അവൾ വന്ന് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഇതാ ഉള്ള വീട്. ക്യാമറയും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കേട്ടോണേ. അത് ക്യാമറ ഓഫ് ചെയ്തേക്കാം. എനിക്കറിയത്തില്ല, നീ എന്നെ പറയുന്നത്. ഇന്ന് മഴയൊന്നും പെയ്തില്ല, ചെറിയ ചെറിയ ചാറ്റൽ വന്ന് പേടിപ്പിച്ചെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന പോലൊക്കെ വന്നു, പക്ഷെ പെയ്തൊന്നുമില്ല. ഞാൻ എങ്ങും പോവല്ല, ഇവിടെ ഉണ്ട്, അടുക്കള കാണും. നീ ഇവിടെ ഇരുന്നോ. നിനക്ക് എവിടെ ആയിരുന്നു തലകറക്കം? ഇവിടെ തല കറങ്ങി ഞാനാ തോളയിലിട്ടോണ്ട് വന്നത്. തോളയിലിട്ടുണ്ട് ഏതാളോ വിക്രമാദിത്യന് വരുന്ന പോലെ അല്ല ഇവിടെ പോലെ കണ്ടോ? ഇവിടെ തന്നെ ഞാൻ അമ്മനോട് പറഞ്ഞു ഇവിടെ അപ്പടി ക്ഷീണിച്ച ചെല്ലതായി പോയി, എല്ലും തോലുമായി. ക്ഷീണിച്ച മാത്രമല്ലടി ഇത് കാണണേ. എന്തിയാടാ ഞാൻ ഫോട്ടോ ലൈവ് വരും. സത്യം ഇതൊക്കെ എന്ത് നീ അവിടെ പോയതാ? പേനായും കൈ കൊണ്ടല്ലോ, അത് മതി. ഇത് വരും. മതി, ഇതൊക്കെ നേരത്തോടുകൂടി മതിയായി. നിന്നൊക്കെ വരുമെന്ന് ആർക്കറിയാം. അത് യോധയ്ക്കകത്തായിട്ട് ഊണൊക്കെ. അപ്പൊ ശരി പോവാണേ. എടാ വീഡിയോ ആണെങ്കിൽ എന്നെ ഒന്ന് പൊക്കിക്കോണേടാ. എടുത്തിട്ട് ആ എന്നെ പറയണമല്ലോ. എന്താ നിനക്ക് പറയാനുള്ളത്? ഇല്ല. അത് ഞാനൊരു ഇതാക്കൂടാ, വീഡിയോ ആക്കും, നീ നോക്കിക്കോ. ഞാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ പോയെന്ന്. കേട്ടില്ല. ഇടും ഇടും. അല്ല അതെന്താ സംഭവം എന്താ പറയാ, ഞാൻ പറഞ്ഞുതരാവേ. വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഒരു ഓട്ടോറിക്ഷ വരുന്നു. വിളിച്ചിട്ടൊന്നും എടുത്തില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? ഓട്ടോറിക്ഷ പേടിച്ച് നിന്ന് ഓടി കയറിയത് സിംബാ മുമ്പിലാണ്. എടാ അത് അപ്പ ഇത് ഈ പട്ടി കൂടെ ഈ 2 പട്ടിയുണ്ടോ? വിളിക്കുന്ന നിനക്കുള്ള അവരല്ലല്ലോ, മനോഹരന അങ്ങോട്ട് മരം എന്തോ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ വീടിൻ്റെ അപ്പുറത്ത് ആണ് ആൻറ്റിയുടെ വീട്, അരുണ്ട ആൻറ്റിയുടെ വീട്. ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നത്, അങ്ങോട്ട് പോയില്ല. ഇന്ന് ഇവർക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ പോവാ വീട്ടിലോട്ട്.
പണ്ട് നേരത്തെ ഞങ്ങൾ താമസിച്ചിട്ടുള്ളത് ഇതിലേക്കൂടെ അങ്ങോട്ട് കയറി മേലോട്ട് പോകണമായിരുന്നു. ഇപ്പോൾ ആ വീടൊന്നും ഇല്ലായിരുന്നു. അവിടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു പറമ്പിനപ്പുറമാണ് ഞാൻ ചേട്ടായി നമുക്ക് താമസിച്ചിടുന്നത്. പിന്നെ അവിടെ നിന്നാണ് വിറ്റ് ഞങ്ങൾ വേറെ പോയി. ഞാൻ തുണി എടുക്കാൻ പോയതാ. ഹലോ, അവിടുന്ന് ബസ് കയറുന്നേ ഉള്ളൂ. എത്ര നേരം എടുക്കും ഇനി വരുമ്പോൾ? ഇവിടെ വരെ നമ്മളെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുമേ. ഞാൻ ഇപ്പോൾ ചുമ്മാ നോക്കിക്കൊണ്ടില്ലേ, ഒരു മിനിറ്റ്, ഈ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ എമ്പളം കിടക്കുന്നു. ഇതാല് എനിക്കൊന്നും പിടികിട്ടിയില്ല. കാണിക്കാം, എവിടെയായിരുന്നു? ഇതുപോലെ ഒന്നൊരു ഷൂട്ടിനകത്ത് നമ്മുടെ വീഡിയോ. ഇത് ഏത് പാട്ടാണ്? ഞാനിങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട്, അല്ലാതല്ല. പക്ഷെ നമ്മൾ വെച്ച പാട്ടല്ല, ഓട്ടോമാറ്റിക്കായിട്ട് കയറി വന്നു. ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. പരിപാടിയുടെ തലേദിവസം ഇവിടെ വന്നിരുന്നോട്ടെ. എന്നാ പരിപാടി? എന്നാ ഏത് ഓണ സെലിബ്രേഷനാണ്? അവർക്കെന്നാ പറഞ്ഞത്? ഞങ്ങൾക്ക് വന്ന് തന്നെയായിരിക്കുമല്ലോ. സാറ് പറഞ്ഞ് കളർക്കോളം ചേച്ചി എന്നാ സാരി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്? 29-ാം തീയതി എങ്ങനെ ഇച്ചിരി ആരോഗ്യം വെക്കുക, മനസ്സിലായില്ലേ? സെലക്ട് ചെയ്ത് കഴിക്കാതെ എല്ലാം കഴിക്കുക. ഇന്നലെ കഴിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കല്ലേ, മനസ്സിലായോ? ഫോട്ടോഷൂട്ടിന് ഇതിന് കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ. അതൊരു സിനിമ കൊണ്ട് ഷൂട്ട് ചെയ്തത്. കടുവ സിനിമ ഷൂട്ട് ചെയ്തത്. ട്രസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവത്രയിൽ ചെയ്യാം. വൈകുന്നേരം മുണ്ടൊക്കെ കാണാൻ ദിവസമുള്ളേ. കടല വറുക്കുന്നതൊക്കെ വൈകുന്നേരം സിറ്റി നല്ല എടുക്കണോ? ഞാൻ എടുക്കാന്നാ.
ഉം? എന്ത് ഇത് വന്നു സുന്ദരിയേ ഉം. നമ്മള് കുഞ്ഞ ഉറുമ്പാണ് കുറച്ച് നടി ഇല്ല പാല് മേടിച്ചില്ല നാളെ രാവിലെ പിടിക്കാം നാളെ രാവിലെ ആണല്ലോ പാല് മേടിച്ച ആർക്കും കൂട്ടത്തില്ല ഇല്ലെന്ന് പാല് മേടിച്ചില്ലടാ അമ്മ അപ്പൊ ഇവിടെ പോകും ഉം? ആര് ഞാനോ വേണ്ട പാല് മേടിച്ചാൽ കുഞ്ഞ് കഴിക്കുന്നില്ലല്ലോ കഴിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പാൽ എങ്ങനെ മേടിക്കും ഒന്നും മേടിച്ചില്ല ഞാൻ എവിടെ പോയെന്നറിയാവോ നാരായണിയെ വിളിക്കാൻ വേണ്ടി പോയതാ ബേക്കറി പോയതല്ല കേട്ടോ മേടിച്ചില്ലപ്പാ കടന്നോ എന്താ മേടിച്ചേ